ഒരു ഇൻ്റർവ്യൂവിന് എന്നോട് എന്തോ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയി, പുഞ്ചിരി വേണമെന്ന് പറഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരനെ വിളിക്കുന്നത് പുഞ്ചിരി അച്ഛനല്ലെന്ന് ചോദിക്കുന്നത്. എൻ്റെ പേരും വീട്ടുപേരൊക്കെ മാറിപ്പോയിട്ടുണ്ട്, പുഞ്ചിരി അച്ഛൻ എന്നൊക്കെ ചിലർ പരിചയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു മതാധ്യാപകന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങളുടെ മോന്തയ്ക്കോട് തോന്നിയാൽ നോക്കുന്നവർക്ക് ചിരിക്കാൻ തോന്നണം. എന്നുവെച്ചാൽ ആക്കി ചിരിക്കാനല്ല, സന്തോഷം തോന്നണം. ശരിക്കും ചിരിക്കാത്തൊരു മതാധ്യാപകൻ, ചിരിക്കാത്തൊരു വിശ്വാസ പരിശീലക ഇന്ന് തിരിച്ചു ചെന്നിട്ട് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പോ. എന്തിനാണ്? മുഖത്ത് പുഞ്ചിരിയില്ലാത്തൊരു വിശ്വാസ പരിശീലകനെ നമുക്ക് വേണ്ട. ചിരിക്കാൻ അറിയാത്ത, മുഖത്ത് പുഞ്ചിരിയില്ലാത്തൊരു വിശ്വാസ പരിശീലകനെ കാരണം കുട്ടികൾക്ക് ആശ്വാസം തുടങ്ങേണ്ട അവിടുന്ന്. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് ജോയ്. ആനന്ദമാണ് ക്രിസ്ത്യത. അതറിയാവോ നിങ്ങൾക്ക്? ക്രിസ്ത്യാനിറ്റി എവിടെയാണ് നമ്മൾ ജോയിയെ മാർക്കറ്റ് ചെയ്യുന്നത്? ആനന്ദത്തെ മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആനന്ദത്തെക്കുറിച്ച് ആരാ ഇവിടെ പറയുന്നത്? ആരാ പ്രസംഗിക്കുന്നത്? ആനന്ദമില്ല, എല്ലാവർക്കും കരച്ചിലും കൂലും തന്നെ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആനന്ദം കൊടുക്കുക. കാണുന്നവർക്കൊരു സന്തോഷം, ഒരു ചിരി, പുഞ്ചിരി കൊടുക്കണം. അപ്പോൾ ഇടത്തും വലതും ഇരിക്കുന്നവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രയലാണ്, വർക്ക്ഷോപ്പാണ്. നമ്മുടെയൊക്കെ പേശികളുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഈ മസിൽസ് ചിരിക്കാതെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോണം. ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ പറയും, പലരും ചിരിക്കുന്ന കണ്ടാൽ കൊഞ്ഞനെ കുത്തുന്ന പോലെ ഇരിക്കും. കാരണം ശീലമില്ല. അപ്പോൾ ശീലമില്ലാത്ത ഈ പരിപാടി മോന്ത കൊണ്ട് കാണിക്കാൻ പോയ ഒരുമാതിരി ഒരു കോപ്രായം കാണിക്കുന്നതിനൊക്കെ ആയി പോകും. പക്ഷേ സാരമില്ല, അയട്ടെ, മസിൽസൊക്കെ ഒന്ന് അയട്ടെ, ഒന്ന് ചിരിച്ച്. അപ്പോൾ നിങ്ങൾ ഇടത്തും വലതും ഇരിക്കുന്നവരെ നോക്കിയിട്ട് കരങ്ങൾ കൂപ്പി തികഞ്ഞ പുഞ്ചിരിയോടെ പറയണം എന്ത്? ഈശോ മിശിഹായിക്ക്. ആ ഇടത്തും വലതും പറഞ്ഞേ നോക്കട്ടെ.